ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. തൊടുപുഴ സ്വദേശി നോബി കുര്യാക്കോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നടപടി. ഫെബ്രുവരി 28-നാണ് ഏറ്റുമാനൂർ 101 കവല വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കേസിൽ ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരിയിൽ വീട്ടിൽ നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നോബിയുടെ പീഡനത്തെ തുടർന്നാണ് ഷൈനിയും പെൺമക്കളും ആത്മഹത്യ ചെയ്തതെന്ന പരാതിയിൽ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. നോബിയുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള ദിവസം നോബി ഏറ്റുമാനൂരിൽ എത്തിയിരുന്നതായി വിവരമുണ്ട്. 9 മാസങ്ങൾക്ക് മുമ്പ് നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 2 പെൺമക്കളുമായി ഭർത്താവിന്റെ വീട് വിട്ടിറങ്ങിയ ഷൈനി ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. എന്നാൽ അകന്നു കഴിയുമ്പോഴും ഭർത്താവിൽ നിന്നും ഫോണിലൂടെയും മറ്റും മാനസിക പീഡനം തുടർന്നു. BSc നഴ്സായിരുന്നിട്ടും ഷൈനിയെ ജോലിക്ക് വിട്ടിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. കടുത്ത ശാരീരിക മാനസിക പീഡനം ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നേരിട്ടിരുന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ആത്മഹത്യ. ജനം, കോട്ടയം.